സോറി, ഞാൻ സ്റ്റാഫായിട്ടില്ല. അതിനെങ്കിൽ അപ്പ കുട്ടി അറ്റൻഡ് ചെയ്യാം. നാളെ ഈ കുട്ടി ഇവിടെ ഉണ്ടാവോ? മിക്കവാറും ഉണ്ടെങ്കിൽ രാവിലെ ആദ്യത്തെ കേസായിട്ട് എന്റെ പേര് രജിസ്റ്റർ ചെയ്തോളണം. കൺഫേം? രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഞാൻ വർക്ക് ചെയ്യൂ. ഇതിനിടയിൽ 1 to 3 നോൺ ബ്രേക്ക്. വെനസ്ഡേ ഹോളിഡേ ആയിരിക്കും. സൺഡേ ഐ വിൽ വർക്ക്. പിന്നെ തൽക്കാലം എനിക്കൊരു അസിസ്റ്റന്റിനെ വേണം. അത് ഞാൻ തന്നെ റിക്രൂട്ട് ചെയ്യും. അതെന്തിനാ? എന്റെ ഒപ്പം അല്ലേ അവർ വർക്ക് ചെയ്യേണ്ടത്. അതിന് പറ്റിയ ആളാരാണെന്ന് എനിക്കല്ലേ അറിയാൻ പറ്റൂ. ആയിക്കോട്ടെ. അല്ല, ഈ കണ്ടീഷൻസ് ഒക്കെ എഗ്രി ചെയ്ത് നോക്കുക. എങ്കിൽ എന്ന് മുതൽ വർക്ക് തുടങ്ങാം? നാളെ തുടങ്ങാം. ഓക്കെ. ഇന്ന് ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. എക്യുപ്മെന്റ്സ് മുഴുവൻ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യണം. അതിനൊക്കെ മുമ്പായിട്ട് മാഡം എന്റെ ഒപ്പം ആ ജംഗ്ഷൻ അപ്പുറത്തുള്ള ഹോസ്റ്റൽ വരെ വന്ന് ലോക്കൽ ഗാർഡിയനായിട്ടൊന്ന് സൈൻ ചെയ്ത് കൊടുക്കണം. ഞാനവിടെ എല്ലാം ചോദിച്ചു വെച്ചിട്ടുണ്ട്. അതിനെന്താ, വരൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിങ്ങളല്ലേ മാനേജർ? നീയാണോ മാനേജറുടെ ഡ്രസ്സർ? സമയമായി വരുന്നില്ലേ ഉള്ളൂ. എത്രയാ കേൾക്കുന്നത്? 8 o'clock. ആണല്ലോ. സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഉറങ്ങുമായിരുന്നോ? അല്ല, ഇന്ന് നല്ല വർക്കായിരുന്നു അല്ലേ? ഈ പെമ്പിള്ളാരുടെ ഇടയിൽ ന്യൂസ് വരക്കുന്നത് എത്ര പെട്ടെന്നാണോ ഞാൻ ആലോചിക്കുന്നത്. സിറ്റിയിലെ സകല പെണ്ണുങ്ങളും ഇവിടെ പുതിയ ബ്യൂട്ടീഷ്യൻ എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം അറിഞ്ഞെന്നാ തോന്നുന്നത്. ഇനിയിപ്പോ ആഫ്റ്റർനൂണും ഫുള്ളാ. എവിടെ വന്നിട്ടാ അതിന്റെ കോഴ്സ് അറ്റൻഡ് ചെയ്തത്? അതെ,
എന്തൊക്കെ പറഞ്ഞാലും പെണ്ണിന് ഹെഡ് വെയിറ്റ് സ്വപ്പം കൂടുതലാ. ഹെഡ് വെയിറ്റ് മാത്രമല്ല, പൊതുവെ സ്വല്പ വെയിറ്റ് കൂടുതലാ ഇല്ല നിങ്ങളെ? എന്ന് വെച്ച് എനിക്ക് പിടിച്ചായിയൊന്നുമില്ല, നേര് പറഞ്ഞു എനിക്ക് അതിനെ ഇഷ്ടായി. അങ്കിളിനോ? പെണ്ണുങ്ങളെല്ലാം കള്ളികളാ. അതല്ല ചോദിച്ചത്, ഈ കൊച്ചിന്റെ കാര്യമാ. അത് വന്നതിൽ പിന്നെ ഇതൊരു സ്ഥാപനമായി. നേരം വിളക്കുമ്പോ പാൻറ്റും വലിച്ചേരിക്കൊണ്ടിരിക്കുന്നതിന് ഒരർത്ഥമുണ്ട്. അതിന്റെ പോസും അവക്കുണ്ട്. അവളുടെ നടപ്പും ഭാവം കണ്ട അവിടെ ലോകം കീഴ്മേൽ മറിച്ചുകളയും തോന്നും. എനിക്കൊരു അപേക്ഷയുള്ളൂ, നിങ്ങളെല്ലാം കൂടെ അതും പറഞ്ഞ് ആ കൊച്ചിനെ പിടക്കി വിടരുത്. അവൾ ഇവിടത്തേക്ക് ഒരു അസറ്റാ. 4 പേരുടെ പണിയാ അവൾ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. അത് മാനേജിംഗ് ഡയറക്ടറിലെ ലുപ്സുണ്ട്. ഞാൻ അവളോട് എന്നും പറയാ, 1 or 2 പേരെ കൂടെ സഹായത്തിൽ നിർത്താൻ. പറ്റിയ ആളെ കിട്ടട്ടെന്ന് പറഞ്ഞ് അവളാ വീട്ടിൽ കിട്ടിക്കൊണ്ട് പോണത്. മാനേജിംഗ് ഡയറക്ടർ ഇപ്പൊ എനിക്കൊരാശ, അങ്കിളുടെ ജോലി എനിക്ക് കിട്ടിയിരുന്നതിൽ എത്ര ശേലായിരുന്നേനെ. അങ്കിളെ, അങ്കിൾ, ഇന്ന് ബുധനാഴ്ചയാ, പാർലർ അടപ്പാ. ഞാൻ സാറിനെ കാണാൻ വന്നതല്ല, സാറിനെ കാണാനാ. എന്നെയാ? ഓ, വേണ്ടേ, ഇതങ്ങോട്ട് വെച്ചുകൊണ്ട് എനിക്കൊരു 750 രൂപ ഇങ്ങോട്ട് താ. 3/4 പവനും ഇതേ വരും. ഇനി ഇത് വെച്ച് കെട്ടാറായില്ലേ? നമ്മുടെ കാണാതെ നളിനും കോകിലൊക്കെ എന്തത്? കണക്കിന് നിന്റെ അങ്കിളി എല്ലെല്ലാം അല്ല, അതിന്റെ അപ്പുറത്തെ പരീക്ഷയും ജയിക്കും. എന്താ പഠിത്തം, എന്താ ശ്രദ്ധ. എന്താ അവിടെ? വായിച്ചോണ്ടിരുന്ന ബുക്ക് എടുക്കാൻ ആര് പറഞ്ഞു? ഇല്ല, കുറെ കൂടുന്നു കളി. എങ്കിൽ പിന്നെ ഇതെന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞാ പോരായിരുന്നു അങ്കിളെ. ഇങ്ങനെയാണെങ്കിൽ വേറെ താമസ സ്ഥലം അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. എപ്പോ ചോദിച്ചാലും അടുത്ത ആഴ്ച. മാസം 2 ആകുന്നു വാടക വന്നിട്ട്. ഓസിന് ആളെ താമസിപ്പിക്കാൻ ഇത് സത്രമൊന്നും അല്ല, മനസ്സിലായോ? ഒരു 2 ദിവസത്തിനുള്ളില്. ഓ, ഇപ്പൊ ഒരാഴ്ച പോയി 2 ദിവസമായി. ഞാനൊരുത്തി ഇതെല്ലാം വിശ്വസിക്കാനും. 2 ദിവസത്തിനുള്ളിൽ ബാലൻസ് മുഴുവൻ തന്നെ തീർത്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടി ഇവിടെ ഓഫീസിലിരിക്കും, ആള് റോഡിൽ നിൽക്കും. പറഞ്ഞേക്കാം, ഓരോന്ന് വന്ന് അടിഞ്ഞോളൂ. എന്താ വാടക കൊടുക്കാത്തത്? എന്തിനാ എന്നും ഇങ്ങനെ അവരുടെ വഴക്ക് കേൾക്കുന്നത്? പൈസ കയ്യിലില്ലെങ്കിൽ എന്തിനാ വെറുതെ നടക്കാത്ത അവധി പറയുന്നത്? അതല്ലേ അവർക്ക് ഇത്രയും ദേഷ്യം? കളിപ്പിക്കാൻ പറയുന്ന പോലെ. കളിപ്പിക്കാൻ പറയുന്നതല്ല, എന്തെങ്കിലും ഒരു പണി കിട്ടുന്ന പ്രതീക്ഷയിലാണ് ഇന്നും അവധി പറയുന്നത്. ഉണ്ടായിരുന്ന ജോലി പോയി, ഞാൻ തന്നെ വേണ്ടെന്ന് വെച്ചതാണത്. ഇപ്പൊ തോന്നുന്നു, എവിടെയായിരുന്നു ജോലി? ഒരു തുണിക്കടയില് സെയിൽസ് ഗേൾ. ഉടമസ്ഥന്റെ പെരുമാറ്റം ശരിയെന്നാൻ തോന്നി തുടങ്ങിയപ്പോ ഞാൻ പിന്നെ അങ്ങോട്ട് പോവാതായി. ഇപ്പൊ തോന്നുന്നുണ്ടോ അങ്ങനെ ചെയ്ത് തെറ്റായി പോയെന്ന്? ഇല്ല, അങ്ങനെ തോന്നിയിരുന്നെങ്കിൽ എന്ന് ചിലപ്പോ ആഗ്രഹിച്ചു പോകാറുണ്ട്. എന്റെ സ്ഥാനത്ത് കുട്ടിയായിരുന്നെങ്കിലും അങ്ങനെയൊക്കെ ആഗ്രഹിച്ചു പോകും. പിന്നെ എന്റെ ഒപ്പം വരുന്നോ? ഞാൻ കുട്ടിക്ക് ജോലി തരാം. നിങ്ങളുടെ ജോലി എനിക്കിതൊന്നും അറിയില്ലല്ലോ. അത് സാരമില്ല, ഞാൻ പഠിപ്പിച്ചു തരാം. മാന്യമായി ജീവിക്കാനുള്ള ശമ്പളവും വാങ്ങിച്ചു തരാം. ഒരു ജോലിയായി എന്ന് പറഞ്ഞാൽ പിന്നെ അവര് വന്ന് വലിയ ശല്യം ചെയ്യില്ല. എന്താ, പോരുന്നോ? നിന്റെ സെലക്ഷൻ തന്നെയാണ് എന്റെയും. അല്ലാതെ എനിക്കെന്താ? എല്ലാം സ്വന്തം പോലെ കരുതിക്കൊള്ളണം. നന്നായാൽ എല്ലാവർക്കും നല്ലതാ അല്ലേ? എന്തോ സ്വല്പ അഡ്വാൻസ് വേണം നീ പറഞ്ഞു. ഇതാ അപ്പുറത്ത് തന്നെ മാനേജർ വാങ്ങിച്ചു, ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീട്ടിലാകെ പ്രാരബ്ധങ്ങളാ. അച്ഛനില്ല. ഈ കുട്ടി വേണം
താഴെയുള്ള 3-4 കാര്യം നോക്കേണ്ടത്. മിനിയുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു? അത് പറയാതിരിക്കുക ഭേദം. ഉണ്ടായിരുന്ന മുഴുവൻ രാഷ്ട്രീയം കളിച്ചു തുലച്ചു. ഇപ്പൊ ഒന്നുമില്ല. എന്നാൽ എപ്പോഴും ബിസിയാണ് താനും. അമ്മയോ? അമ്മയില്ല. ചേട്ടന്മാരൊന്നുമില്ലേ? ഇല്ല. 2 അനിയന്മാരുണ്ട്. ഏറ്റവും ഉള്ളത് അനിയത്തി. അവളിപ്പോ 6-ആയിട്ടേ ഉള്ളൂ. ചുമ്മാ വല്ല ശമ്പളത്തിന് കടുംപിടി പിടിച്ചത്. മിനു, ഒരു മിനിറ്റ് ഒന്ന് വന്നേ. ഏയ്, ഒരൊറ്റ സ്നാപ്പ് വേണ്ട. പ്ലീസ്, അതൊന്ന് മാറ്റിക്കേ. ആ ക്യാമറ അവിടെ വയ്ക്ക. എന്താ ഒരു ഫോട്ടോ എടുത്ത് വെച്ച്? എനിക്കിത് ഇഷ്ടമല്ല. എനിക്കിഷ്ടമാണെങ്കിലോ? ഇഷ്ടപ്പെട്ടാണ്. അതിനിപ്പോ അനുവാദം വേണമെന്നില്ല. ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ എനിക്ക് മിനിയുടെ മുഖം ഇഷ്ടമാണ്. ആ കണ്ണട കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഒന്നുകൂടി ഇഷ്ടമാണ്. എന്തിനാ ഈ കണ്ണട വയ്ക്കുന്നത്? കണ്ണു കാണാൻ. ഒന്നെടുത്തേ, 1 സെക്കൻഡ് നേരത്തേക്ക്. ഞാൻ ഈ കണ്ണട തല്ലിപ്പിടിച്ച കളയും. അയ്യോ, ഇതില്ലെങ്കിൽ എനിക്ക് ഭയങ്കര തലവേദനയാ. റിയലി? അല്ലാതെ പിന്നെ എനിക്കെന്താ വട്ടുണ്ടോ ഇതിൽ തോന്നുന്നത് നടക്കാൻ? പിന്നെ ഫോട്ടോഗ്രാഫർ എന്ന നിലയ്ക്ക് അല്ലെങ്കിലും എനിക്ക് കുട്ടിയുടെ മുഖം ഇഷ്ടമാണ്. ഐ ലൈക്ക് യു. നിന്റെ വീഡിയോ പ്രോജക്ട് നടക്കാതെ പോയതിന്റെ കാരണം എന്റെ ബിസിനസ് ആണെന്നാണല്ലോ കംപ്ലൈന്റ്. വകച്ച അതങ്ങോട്ട് കൊടു. നീ പറഞ്ഞ രൂപയുണ്ട്. ഇനി നിന്റെ ഇഷ്ടം പോലെ വീഡിയോയോ സിനിമയോ എന്താന്ന് വെച്ചാ തുടങ്ങിക്കോ. താങ്ക്സ്. അതെന്തിനാ അവനോട് പറയുന്നത്? താങ്ക്സ് പറയേണ്ടത് ദാ ഈ കുട്ടിയോടാ. ആ, ഇനി എന്താ ചെയ്തു തരേണ്ടത്? ഇനി വേണ്ടത് വീഡിയോ യൂണിറ്റിന് വേറെ സ്ഥലമാണ്. ആ, പറ്റിയ സ്ഥലം നോക്കിയെടുത്തോ. വാടകയുടെ കാര്യം മാത്രം ഞാൻ വന്നിട്ട് സംസാരിച്ചോളാം. അങ്ങനെയാണെങ്കിൽ പറഞ്ഞു. എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. പാർലറിൽ കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂടിക്കൂടി വരികയാ. ഇപ്പൊ ഉള്ള സ്പേസ് പോരാതെ ഇരിക്കുന്നു. കുറെ കൂടെ വലിയൊരു സെറ്റപ്പും ഹെൽപ്പിന് 1-2 പെൺകുട്ടികളും കൂടെ ഉണ്ടായാൽ ബിസിനസ് ഒന്നുകൂടെ മെച്ചപ്പെടും. ആയിക്കോട്ടെ, അത് അങ്ങനെ തന്നെ വേണ്ടത്. അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യും. അതിനും കൂടെ പറ്റിയ സ്ഥലം കണ്ടുപിടിക്കും. രണ്ടും ഒരേ കോമ്പൗണ്ടിലായ സൗകര്യം ഉണ്ടല്ലോ. അതെ, അതാ നല്ലത്. അത് ഉടനെ ശരിപ്പെടുത്താം. എങ്കിൽ എനിക്കൊരു സജഷൻ കൂടിയുണ്ട്. പല കസ്റ്റമേഴ്സും ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാ ഞാൻ ഈ ഐഡിയ സീരിയസ് ആയിട്ട് എടുത്തത്. ഒരു യോഗ ക്ലാസ്സോടെ കൂട്ടത്തിൽ തുടങ്ങിയ. യോഗ ക്ലാസ്സോ? എന്നാ അത്? അത് ഈ തടി കുറയ്ക്കാനും ഫിഗർ നിലനിർത്താനൊക്കെ ഉള്ള ഏർപ്പാടാ. ഇപ്പൊ മിക്കയിടത്തും ആയിപ്പോയി. ഇവിടെ ഇതുവരെ ആരും തുടങ്ങിയിട്ടില്ലെന്നാ തോന്നുന്നത്, അല്ലേ? കേട്ടിട്ടില്ല. എങ്കിൽ അങ്ങനെയുള്ള ലൈനാണ് നമ്മൾ പിടിക്കേണ്ടത്.